ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ എല്ലാ പ്രതികളെയും ഹൈക്കോടതി വെറുതെ വിട്ടു. കേരളത്തിലെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഉദയകുമാർ കൊലക്കേസ്. ഉദയകുമാറിനെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉരുട്ടിക്കൊന്നു എന്നായിരുന്നു അന്ന് രജിസ്റ്റർ ചെയ്ത കേസ് തുടക്കത്തിൽ. പിന്നീട് ആ കേസ് ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി. ക്രൈംബ്രാഞ്ച് പിന്നെ ഉദയകുമാറിൻ്റെ അമ്മയുടെ അപേക്ഷ പ്രകാരം CBIയിലേക്ക് പോയി. CBIയുടെ കേസിന്റെ അന്വേഷണത്തിൽ പാകപ്പിഴ ഹൈക്കോടതി കണ്ടെത്തി. 2005 ഈ സംഭവം ഉരുട്ടിക്കൊല കേസ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 27 രാത്രി ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് മുമ്പിലുള്ള ശ്രീകണ്ഠേശ്വരം പാർക്കില് അവിടെ നിന്ന് ഉദയകുമാറിനെയും കൂടെയുള്ള സുരേഷ് എന്ന ഒരാളെ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം രാത്രി കാലങ്ങളിലെ തിരുവനന്തപുരം നൈറ്റ് പെട്രോൾ പോകുന്നവരെല്ലാം ശ്രീകണ്ഠേശ്വരം പാർക്കിലും അവിടെ ചെക്ക് ചെയ്യാറുണ്ട്. കാരണം പകല് മുഴുവനും അവിടെ ചെക്ക് ചെയ്യും. പകല് പല കള്ളന്മാരും തിരുവനന്തപുരത്തുള്ള ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർക്കിൽ സുഖമായിട്ട് കിടന്ന് വെളുപ്പിനെ വന്ന് കിടന്നുറങ്ങും. ധാരാളം പേര് അങ്ങനെ കിടക്കുന്നുണ്ട്, പക്ഷെ കള്ളന്മാരും വന്ന് കിടക്കുന്നുണ്ട്. ഏതായാലും രാത്രി നൈറ്റ് പെട്രോളിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ജിതകുമാറും ശ്രീകുമാറും അവര് ഇവിടെ ചെക്ക് ചെയ്തപ്പം അവിടെ നിന്ന് ഉദയകുമാറിനെ കിട്ടി. ഒരു സുരേഷ് എന്ന് പറഞ്ഞ കിട്ടി. ചോദ്യത്തിനൊന്നും ഉത്തരം പറഞ്ഞില്ല. അയാളെ ഉദയകുമാറിന്റെ കൈവശം 4500 രൂപ ഉണ്ടായിരുന്നു. 2005 4500 രൂപ നല്ല വിലയുള്ള സമയമാണ്. ആ പണത്തിന്റെ ഉറവിടം ചോദിച്ചപ്പം അത് പറയാൻ സാധിച്ചില്ല. മോഷണ വസ്തു വിറ്റോ അല്ലെങ്കിൽ മോഷ്ടിച്ച പണമോ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടായില്ല. കാരണം കള്ളന്മാർ രാത്രി വരുന്ന സ്ഥലങ്ങളാണല്ലോ. എന്തായാലും ഉദയകുമാറിനെ കൊണ്ടുപോയി പോലീസ് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യാനൊക്കെ ഉദയകുമാറിന് മുഖാലസ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ആശുപത്രിയിൽ പോയെന്നു ഒക്കെ പറഞ്ഞുള്ള ഒരു റിപ്പോർട്ടാണ് പിന്നീട് വന്നത്. ഏതായാലും അദ്ദേഹത്തിന് ദേഹത്ത് പരിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോയത്. രാഷ്ട്രീയമായ ഒത്തിരി ചർച്ചകൾ അതിൻ്റെ അകത്തുണ്ടായി, രാഷ്ട്രീയപരമായി പ്രതിഷേധങ്ങളുണ്ടായി. എന്തായാലും പോലീസ് കേസെടുത്തു. അന്ന് SP ആയിട്ട് റിട്ടയർ ചെയ്ത സാബു എന്ന ഒരാളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന TK ഹരിദാസ്, ഇവർ രണ്ടും SP-മാരായിട്ട് പിന്നീട് റിപ്പോർട്ട് ചെയ്തവരാണ്. ഇവരെ രണ്ടുപേരെയും 3 വർഷത്തെ തടവിന് അന്ന് ശിക്ഷിച്ചു. അതേസമയത്ത് ആ കേസിലെ ഉദയകുമാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ജിതകുമാർ, ശ്രീകുമാർ, SP ശ്രീകുമാർ, സോമൻ, ഈ 3 പേരെ ട്രയൽ സമയത്ത് അതിൽ 2 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ജിതകുമാറിനെ SP ശ്രീകുമാറിനെ വധശിക്ഷയ്ക്കും, സോമൻ ഏതായാലും വധശിക്ഷയ്ക്ക് വിധിക്കുന്നതിന് മുമ്പ് സോമൻ പിന്നീട് ട്രയൽ സമയത്ത് മരണപ്പെട്ടു പോയി. അതുപോലെ ശ്രീകുമാർ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായി, അദ്ദേഹവും മരണപ്പെട്ടു. ജിതകുമാർ മാത്രം വധശിക്ഷ പ്രതീക്ഷിച്ച് കോടതിയുടെ CBI കോടതി ശിക്ഷിച്ച് ജയിലിലിട്ടിരുന്നു. 2018 മുതൽ അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിന് വധശിക്ഷ ആയതുകൊണ്ട് അവിടെ പൂജപ്പുര ജയിലിലാണ് അദ്ദേഹം കിടന്നത്. ഏകദേശം 2018 ആ ശിക്ഷ. 7 വർഷത്തോളം അദ്ദേഹം ജയിലിൽ കിടന്ന ശേഷമാണ് അദ്ദേഹത്തിന് ഇപ്പം വിമോചിതനായിക്ക്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI ഈ കേസ് വളരെ മോശമായിട്ട് അന്വേഷിച്ചു. ഈ CBIക്ക് ഈ കേസിനകത്തുള്ള ആ ചാർജ് ഷീറ്റ് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം വളരെ മോശമായിരുന്നു എന്നുള്ള ഗ്രൗണ്ടിൽ ഈ പ്രതികളെ ശിക്ഷിക്കാനുള്ള എവിഡൻസ് അതിൻ്റെ അകത്തില്ല എന്നുമാണ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റഡിയിലെത്താണ് എന്ന് പറയുമെങ്കിലും ഇത് അതിനകത്ത് മോട്ടീവില്ല. കാരണം കൊല്ലണമെന്നുള്ള ഒരു ഉദ്ദേശം, കാരണം ഇവരെ പരിചയമില്ലാത്ത ഒരു കള്ളനാണ് എന്ന് പറഞ്ഞാണ് അവർ അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിൽ നിന്നും മരണപ്പെട്ടു പോയി. എന്തായാലും CBI കോടതിയിലെ അന്വേഷണം, CBI കോടതിയിലായിരുന്നു, CBI ആയിരുന്നു ഈ കേസ് അന്വേഷണം നടത്തി. CBI കോടതിയിലാണ് വിചാരണ നടന്നത്. CBI കോടതിയിലെ പല കണ്ടെത്തലുകളും 2005 ഉണ്ടായ ശേഷം 20 വർഷം കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ 2005 CBIയിലെ ആ കേസ് ട്രാൻസ്ഫറായി വന്ന് അവിടെ ട്രയൽ നടന്ന് അപ്പോൾ കോടതി നിരീക്ഷിച്ച പല കാര്യങ്ങളും നിയമത്തിൻ്റെ പരിധി വരുന്നതല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഈ കേസിനെ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്തു, എവിഡൻസ് മുഴുവൻ ചെയ്തു. CBIക്ക് ധാരാളം അബദ്ധങ്ങൾ ഇതിനകത്ത് പറ്റിയ അന്വേഷണത്തിൽ എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തെളിവ് നശിപ്പിച്ചു, വ്യാജരേഖ ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് SP-മാരെ 2 പേരെയും ശിക്ഷിപ്പിച്ചത്. കാരണം മേലുദ്യോഗസ്ഥന്മാരാണ് അന്ന്. അവർ പിന്നീട് SP-മാരായിട്ട് റിട്ടയർ ചെയ്തവരാണ്. എന്നാലും 2 പേര് മരണപ്പെട്ടു പോയി. ബാക്കി ഉള്ളവരെ ഇപ്പം വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു.
കൊലക്കുറ്റം ചുമത്തി ഗൂഢാലോചന നടത്തി 120B കൊലക്കുറ്റം ചുമത്തിയത് എത്രത്തോളം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചില പരിക്കുകൾ ഉണ്ടെങ്കിലും അത് മരണകാരണമാണോ ഇല്ലയോ എന്ന് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും 120 ഗൂഢാലോചന ഇവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു പ്രതിയെ അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നു. അയാളെ കൈവശമിരുന്ന പണം 4500 രൂപയുടെ ഉറവിടം എവിടെയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് ഈ പണം കഴിയുമെന്ന് ഉദ്ദേശിച്ച് തീർച്ചയായിട്ടും ഒരു 41 നൂറ്റാണ്ട് പ്രകാരം ഒരു കേസ് തന്നെയായിരിക്കണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസിന്റെ അന്വേഷണത്തിലാണ് പിന്നീട് രാഷ്ട്രീയമായ പ്രഷറും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു. എങ്ങനെയായാലും CBIയുടെ അന്വേഷണം വികലമാണ് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. പ്രതികളെ എല്ലാവരും വെറുതെ വിട്ടു. അതേ സമയത്ത് ജീവപര്യന്തം തടവ് അല്ലാതെ കൊലക്കുറ്റം ചുമത്തി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 2 പേരിൽ ഒരാൾ ജയിലിൽ കിടന്ന് മരിച്ചു, മറ്റൊരാൾ ക്യാൻസർ ഉപയോഗിച്ച് മരിച്ചു. ക്യാൻസർ രോഗം കൊണ്ട് ഒരാൾ മരിച്ചു. മറ്റൊരു ഒന്നാം പ്രതിയെ അദ്ദേഹത്തിന് വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതി വിധിയോടുകൂടി അദ്ദേഹം മോചിതനായി. ആ കേസിലെ എല്ലാ പ്രതികളായ ഉദ്യോഗസ്ഥന്മാരെയും തീർച്ചയായിട്ടും ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്ന തെളിവുകളുടെ അഭാവത്തിൽ അതോടൊപ്പം തന്നെ അവർക്ക് നാളെ വരെ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ശമ്പളമോ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. അതൊക്കെ ഇനി ഏതായാലും പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടി ഈ ജഡ്ജ്മെൻറ്റോടുകൂടി അത് ഹാജരാക്കി അവരെ തിരിച്ച് പരിഗണിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പം അവർക്ക് എല്ലാവരും റിട്ടയർമെൻറ്റ് ഏജ് കഴിഞ്ഞവരാണ്. അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങളും അരിയുറം ശമ്പളങ്ങളും എല്ലാം ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും അതൊക്കെ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെയുള്ള പല സംഭവങ്ങളും കേരളത്തിലെ പല പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയോടും വളരെ കർത്തവ്യബോധത്തോടും കൂടി പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറണം. കാരണം ചില കേസുകളിൽ ചില സംശയങ്ങളൊക്കെ വന്നാലും ആ സംശയം ദൂരീകരിക്കാനായിട്ട് ചിലപ്പം ആ പ്രതി സമ്മതിക്കില്ല. പ്രതി ചിലപ്പം പോലീസിനെ ചോദ്യം ചെയ്യലിന് വഴങ്ങില്ല. അങ്ങനെ വന്നു കഴിയുമ്പം അവർ കൈകാര്യം ചെയ്യുമ്പോൾ ചില പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ. അത് പാടില്ല. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം സൂക്ഷിക്കണം. ഉദയകുമാറിൻ്റെ കേസ് ഒരു ടിപ്പിക്കൽ കേസാണ്. അത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പാഠമാകണം. കയ്യബദ്ധം വരാം. അങ്ങനെ വരാതിരിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണം എല്ലാവർക്കും. കാരണം ഇത് നിരപരാധികളായ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇവർ നിരപരാധികളാണ്. അവർ കഴിഞ്ഞ 2005 മുതൽ അവർ മാനസികമായ വ്യഥയിലാണ്. അവരുടെ കുടുംബങ്ങളെല്ലാവരും ദുഃഖത്തിലായിരുന്നു. എന്തായാലും നല്ലൊരു വിധി ലഭിച്ചു എന്ന് അവർ ഇപ്പം ആശിക്കുന്നു. അവർ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ തന്നെ ആയിരിക്കണം. എന്തായാലും അവർക്ക് നീതി ലഭിച്ചു എന്നാണ് അവർ പറയുന്നത്. അവരുടെ കുടുംബങ്ങളുടെ അവസ്ഥയും വളരെ മോശമാണ്. എന്തായാലും ഈ വിധിയോടുകൂടി ഹൈക്കോടതി നീതി നടപ്പാക്കി. കാരണം CBIയുടെ അന്വേഷണത്തിലെ പാകപ്പിഴകൾ ധാരാളമുണ്ട്. ഇതിനകത്ത് പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്ന ഹൈക്കോടതി നോക്കിയത് ഇവരുടെ മോട്ടീവ്, ഇവരെ കൊല്ലാനുള്ള ഒരു മോട്ടീവ് ഇവർക്കുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഉദയകുമാറിനെ അവർക്ക് പരിചയമില്ല. ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തുന്നത് ശരിയാണ്. ഉദയകുമാറിന്റെ കൈവശം 4500 രൂപ ഉണ്ടായിരുന്നു. അത് അക്കൗണ്ട് ചെയ്യാൻ ഉദയകുമാറിന് കഴിഞ്ഞില്ല എന്നുള്ള വസ്തുതകളുമാണ്. അത് എന്തായാലും ആ കേസിലെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചാലും എല്ലാവരും ഇപ്പം ഒരു ശാന്തമായ അന്തരീക്ഷം വന്നിരിക്കുന്നു. ശാന്തമായ ഒരു അവസ്ഥയിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കോടതി വിധിയോടുകൂടി സർവീസിലെ തീർച്ചയായിട്ടും അവരെ പരിഗണിച്ച് അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.